മനസ്സുകളിൽ നിന്ന് ജനിക്കുന്ന സാംസ്കാരിക വൈവിധ്യങ്ങൾ. ഭാഗം 5. ബുദ്ധന്റെയും നബിയുടെയും പരമ്പരകൾ നേടിയെടുത്തതും ഏതാണ്ട് യേശുമാർഗത്തിലൂടെ പാശ്ചാത്യർ നേടിയ വിധത്തിൽ തന്നെയാണ്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ജീവനും മനസ്സും പ്രവർത്തനശേഷിയുമാണ് ബുദ്ധൻ എന്നിരിക്കലും ഇന്ത്യൻ സാഹചര്യങ്ങളും പരമ്പരാഗതമായി സംഭവിച്ച അറിവിന്റെ വൈവിധ്യങ്ങളും താൽപ്പര്യങ്ങളിലെ വ്യത്യസ്തതകളും നിമിത്തം ബുദ്ധന്റെ ചിന്തയ്ക്കൊത്ത് പ്രവർത്തിച്ച് തലമുറകളിലൂടെ ഭൗതികമായിട്ടായിരുന്നാൽ പോലും മുന്നേറിയ രാജ്യങ്ങൾക്ക് ഒപ്പമെത്താൻ ഇന്ത്യക്ക് സാധിക്കാതെ വന്നു എന്നത് ചരിത്രമാണ്. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് വേണ്ടവണ്ണം സ്വീകരിക്കാൻ കഴിയാതെ പോയ ബൗദ്ധ സിദ്ധാന്തങ്ങളെ എടുത്തുപയോഗിച്ചവരും ഇന്ത്യയ്ക്കുള്ളതുപോലെ പറയത്തക്ക പാരമ്പര്യവും ചിന്താസമ്പത്തും വൈഭവവും അവകാശപ്പെടാനില്ലാതിരുന്നവരുമായ കിഴക്കൻ രാജ്യങ്ങൾ അതാതിൻ്റെതായ സങ്കല്പ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് അഭിവൃദ്ധി ഉണ്ടാക്കുകയും ചെയ്തു. ജീവിച്ചിരിക്കുമ്പോഴത്തെ അവസ്ഥയിൽ ജീവനും മനസ്സും ഒരു വ്യക്തിയുടെ സ്വന്തം എന്ന് തോന്നാവുന്നതാണെങ്കിൽ തന്നെ ആ മനസ്സിന്റെ സങ്കല്പങ്ങൾ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ മാത്രമായ അനുഭവമായി ഫലത്തിൽ വരുന്നതുമല്ല. ഉന്നത മനസ്സിന്റെ ലക്ഷ്യങ്ങളെ അനുഗമിക്കുന്നവരും അതിനൊത്ത് പ്രവർത്തിക്കുന്നവരുമായ ജീവനുകൾ കർമ്മശേഷി ആർജിക്കുന്ന പക്ഷം കാര്യങ്ങൾ തിരിച്ചറിയാതെയും കാരണമായി പ്രവർത്തിക്കുന്ന ഉന്നത മനസ്സുകളെ നേരിട്ടാശ്രയിക്കാതെയും നേട്ടങ്ങളുണ്ടാക്കാൻ പ്രാപ്തമാവുകയും ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ വഴിയിൽ ബുദ്ധന്റെയും യേശുവിന്റെയും നബിയുടെയും മറ്റു ഗുരുക്കന്മാരുടെയും മാർഗങ്ങളെ ആശ്രയിക്കുന്ന ജീവനുകൾക്കും മനസ്സുകൾക്കുമുള്ള പരമാവധി വളർച്ച എന്നതും ആ മഹാത്മാക്കൾ എത്തി നിൽക്കുന്ന അവസ്ഥയും അറിവും എന്നതിനപ്പുറം എന്തെങ്കിലും ആയിത്തീരാൻ സങ്കല്പത്തിന്റെ പരമാവധി പ്രാപ്തി എന്നത് ആശ്രിത ശക്തിയാകുന്ന ഗുരുവിനോളം ആയതുകൊണ്ട് സാധ്യമാവുകയുമില്ല. യേശുവിന്റെയും മുഹമ്മദിന്റെയും ജനനവും ആദ്യഘട്ട ജീവിതവും സാധാരണയിലും മോശപ്പെട്ട ചുറ്റുപാടുകളിലും ദുരിതങ്ങളിലൂടെയുമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ലോകത്തിന്റെ വിചാരമണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്ന ഗുരുക്കന്മാർ എന്ന അതുല്യ ജീവനുകൾ ജീവിച്ചിരുന്ന കാലത്ത് ഇന്നത്തെ സാധാരണ ജീവനുകൾക്ക് ലഭിക്കുന്ന സുഖവും സുരക്ഷിതത്വവും പോലും കിട്ടിയിരുന്നുമില്ല. വിദ്യാഭ്യാസമോ എടുത്തു പറയത്തക്ക യാതൊരുവിധ ഉന്നത പാരമ്പര്യമോ ഇല്ലാതിരുന്ന മുഹമ്മദിന്റെ വാക്കുകൾ പിൽക്കാലത്ത് അനുഭവവും ലോകത്തെ വലിയൊരു വിഭാഗം മനുഷ്യരുടെ മാർഗവും ദൈവവചനവും ആയിത്തീരുകയും ചെയ്തു. അറേബ്യൻ മരുഭൂമിയെ മഴയും ഫലപുഷ്ടിയുമുള്ള മണ്ണും മനുഷ്യശേഷിയും വിളകളും വ്യാവസായിക അസംസ്കൃത വസ്തുക്കളും എല്ലാമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് പോലും ആഹാരത്തിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി ആശ്രയിക്കേണ്ടി വന്നതിന്റെ കാരണമായി നിലകൊള്ളുന്നത് ആചാര്യൻ എന്ന കാരണോർജത്തെ പിൻപറ്റിയ ജീവനുകളുടെ നേട്ടം എന്നതായാണ് കാണേണ്ടി വരുന്നത്. തലമുറകളിലൂടെ കടന്നുവരുന്ന ജീവനുകളുടെ പിന്തുടർച്ച മനോഭാവത്തിന്റെയും ലക്ഷ്യവൈവിധ്യങ്ങളോടെയുമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി മനുഷ്യന്റെ രാജത്വവും ജ്ഞാനവും നാടിന്റെ ഐശ്വര്യവും ലോകസമാധാനവും അസ്വസ്ഥതകളും അറിവുകേടും നാശവും എന്നു വേണ്ട എല്ലാം സംഭവിക്കുകയും ചെയ്യുന്നു. ദൈവം എന്ന സങ്കല്പം നല്ലൊരു ശതമാനം ജീവനുകൾക്കും അവരുടെ അറിവ് വെച്ച് ശക്തമായിരിക്കുന്നുവെങ്കിലും ഏതു ജീവനാണോ കാരണസങ്കല്പമായി അഥവാ ആരാധനാസങ്കല്പമായി നിലകൊള്ളുന്നത് എന്നതിനെ ആശ്രയിച്ചും ആ സങ്കല്പത്തെ എടുത്തു വിനിയോഗിക്കുന്ന രീതിക്കൊത്തും മാത്രമായിരിക്കും മനുഷ്യ സമൂഹത്തിന്റെ ഉയർച്ച താഴ്ചകൾ ഭൗതികമായും ആത്മീയമായും സംസ്കാരമായും സംഭവിക്കുന്നത്. ഭൂവിഭാഗം കൊണ്ട് വിശാലവും ഫലപുഷ്ടിയുള്ളതുമായ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നാം അറിയുന്ന ചരിത്രത്തോളം മനുഷ്യചിന്തകളെ വിപുലീകരിക്കുകയും പ്രവർത്തനമാർഗത്തിന്റെ ഗുണദോഷങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശക്തനായ ജീവന്റെ പ്രവർത്തനം സംഭവിച്ചതായി കാണാനാവുന്നില്ല. വിചാരപരമായ ഔന്നത്യം പേറുന്ന ഒരു ജീവൻ ജനിക്കണമെങ്കിൽ തന്നെ അതിനൊത്ത സങ്കല്പമേന്മയും പ്രവർത്തന ഗുണവും വിശുദ്ധിയുമുള്ള ഒരു സമൂഹത്തിലും വ്യക്തികളിലൂടെയും അല്ലാതെ സാധ്യമാവുന്നില്ല.
ലോകത്തിന് മാർഗദർശനം നൽകാൻ തക്ക ഉന്നത കാരണശേഷിയായ ജീവനെയും ആ ജീവനിൽ നിന്ന് പുറപ്പെടുന്ന ഉത്തമ തത്വങ്ങളെയും ലഭിക്കാത്ത ഒരു സമൂഹവും പ്രദേശവും ഉണ്ടായിരിക്കുക എന്നതുകൊണ്ട് ആ പ്രദേശത്ത് കാലങ്ങളായി വസിച്ചിരുന്ന ജനങ്ങളുടെ സങ്കല്പങ്ങളും അറിവുകളും നീതിബോധവും നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതിന് കഴിയാത്ത വിധത്തിൽ ആയിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഓരോ വ്യക്തിയുടെയും സമൂഹങ്ങളുടെയും രൂപം പോലും സംഭവിച്ചു വരുന്നതിന് സങ്കല്പവും പ്രവൃത്തിയും അനുഭവവുമൊക്കെ കാരണമാവുന്ന സ്ഥിതിക്ക് ആഫ്രിക്കൻ ജനതയ്ക്ക് ഇന്നും ഭൗതികവും ചിന്താപരവുമായ പിന്നോക്കാവസ്ഥ എന്ന ഗതികേട് വന്നുപെടുന്നതിന് കാരണം അവരുടെ വികലമായ പൂർവിക സങ്കല്പവും ലക്ഷ്യബോധവും പ്രവൃത്തികളും ആരാധനയും എന്നതിലൂടെ സംഭവിച്ച പാകപ്പിഴകളല്ലാതെ വരുന്നില്ല. ആലങ്കാരികമായും ഭക്തിയോടെയും ഉപയോഗിക്കുന്ന ആരാധന എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ജീവന്റെ ലക്ഷ്യം വെക്കലും ആസ്വദിക്കലും സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് ശേഷി ആർജിക്കലും സ്വന്തമാക്കലും ഒക്കെയാണ്. വിചാരപരമായ ഔന്നത്യമേതുമില്ലാത്ത ആരാധനാരീതികളും മൃഗങ്ങളുടേതിന് തുല്യമായ ആൺപെൺ ജീവിത ബന്ധങ്ങളും സാമൂഹിക നീതി ആയിരിക്കുന്നിടത്തോളം മൃഗതുല്യമായി വരാവുന്ന ജീവിതം മനുഷ്യാവസ്ഥയിലായിരിക്കുമ്പോഴും ജീവനുകൾക്കും സമൂഹത്തിനും അനുഭവമായി തീരുക തന്നെ ചെയ്യുന്നു. മനുഷ്യാവസ്ഥയിലെങ്കിലും ഉയർന്ന ചിന്തകളും ബുദ്ധിവൈഭവവും പ്രവർത്തനശേഷിയും ഇല്ലാത്ത കേവലമായ ശരീരശേഷികളെ മൃഗങ്ങളെ എന്ന പോലെ യഥേഷ്ടം വിനിയോഗിക്കുന്നതിന് പ്രാപ്തിയുള്ളവരായി തീർന്ന ചരിത്രമാണ് അമേരിക്കയ്ക്കും മറ്റും പറയാനുള്ളത്. എന്നാൽ അറിവില്ലായ്മയിലും കാലപ്പഴക്കത്തിലൂടെ സാഹചര്യങ്ങളുടെ നിർബന്ധം കൊണ്ട് ചെയ്ത ക്രമീകൃതമായ കഠിനാധ്വാനത്തിന്റെ ഫലമായി ജീവനിൽ ശേഷി നിറയുകയും ക്രൈസ്തവ മുസ്ലിം പരമ്പരകളോടും മറ്റ് മുന്നേറി നിൽക്കുന്ന ചിന്തകളോടുമൊത്ത് ജീവിച്ചിടത്തെല്ലാം മാതൃരാജ്യങ്ങളിലേതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിൽ എത്തുന്നതിന് ആഫ്രിക്കൻ ജനത പ്രാപ്തരാവുകയും ചെയ്തു. ആഫ്രിക്കൻ ഭൂമിയിൽ മൊത്തമായി തന്നെ അറിവിന്റെ വെളിച്ചവും ഉയർന്ന തരം പ്രവർത്തനങ്ങളും സംഭവിച്ചു തുടങ്ങിയത് ക്രൈസ്തവ ഇസ്ലാം പരമ്പരകളുടെ ആഗമനത്തോടെയാണ് എന്നത് നിഷേധിക്കാനാവില്ല. ഏറെ നൂറ്റാണ്ടുകളായി വിചാരപരമായ ഔന്നത്യം കൊണ്ടും പ്രവൃത്തിമാർഗത്തിന്റെ യോഗ്യത കൊണ്ടും മികച്ചു നിൽക്കുന്ന ഗുരുപരമ്പരകളോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന സമൂഹത്തിന്റെ ഗുണകരമായ മാറ്റം സാവധാനമായി സംഭവിക്കാതിരിക്കാനും തരമില്ല. എന്നാൽ പ്രകൃതിശക്തികളായി നിലകൊള്ളുന്ന സൂക്ഷ്മ ജീവനുകളിൽ നിന്ന് പരമ്പരാഗതമായി പകർന്നുവരുന്ന സങ്കല്പത്തിന്റെ ഇരുട്ടും അനുഭവ ദോഷങ്ങളും നിമിത്തം അറിവിലേക്കും യോഗ്യതയുള്ള പ്രവർത്തനങ്ങളിലേക്കും വരുന്നതിന് ഒരു സമൂഹം എന്ന നിലയിൽ ആഫ്രിക്കൻ ജനതയ്ക്ക് ഇന്നും വേണ്ടവണ്ണം സാധിക്കുന്നില്ല. മുഹമ്മദിന്റെയും യേശുവിന്റെയും മാർഗം സ്വീകരിച്ചവർ എന്ന് പറയുന്നുവെങ്കിലും ആഫ്രിക്കൻ ജനതയിൽ ഭൂരിപക്ഷവും ഇന്നും തികഞ്ഞ പിന്നോക്കാവസ്ഥയിൽ തന്നെ കഴിയുന്നു. ബാഹ്യമായ അവസ്ഥയിലും പേരുകൊണ്ടും ജീവനുകൾ ഏതെങ്കിലും ആചാര്യ വിഭാഗത്തിൽ പെടുന്നു എന്നിരിക്കലും ജീവന്റെ ശേഷിയും യോഗ്യതയും ചിന്തയും പ്രവർത്തനങ്ങളും ലക്ഷ്യബോധവും എന്താകുന്നുവോ അതിന് ആനുപാതികമായാണ് ഫലം എന്നതുകൊണ്ട് ഗോത്രമായി തുടർന്നു വന്നിരിക്കുന്ന സങ്കല്പങ്ങളും അനുഷ്ഠാനങ്ങളും ആഹാരരീതിയും ശുചിത്വ ബോധവുമായ ജീവിത രീതി പ്രാകൃതന്റേതു തന്നെ ആയിരിക്കുന്നിടത്തോളം നശിച്ചുകിടക്കുന്ന ഒരു ജനതയ്ക്ക് രക്ഷപ്പെടൽ ബുദ്ധിമുട്ടാവുക തന്നെ ചെയ്യുന്നു. ഏത് ആചാര്യനും സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ പ്രപഞ്ചകാരണ ശക്തിയിൽ നിന്ന് പകർന്നെടുത്ത ജ്ഞാനവും കർമ്മശേഷിയും വരും തലമുറകൾ എടുത്ത് വിനിയോഗിക്കാത്ത പക്ഷം ആചാര്യശേഷി മനുഷ്യരാശിക്ക് ഉതകാത്തതായിത്തീരുന്ന സ്ഥിതിയുമുണ്ടാവുന്നു. എത്ര വലിയ മനസ്സും സിദ്ധാന്തവും ഇവിടെ ജനിച്ചു വന്നാലും ഉപയോഗപ്പെടുത്താൻ ജീവനുകൾക്ക് സാധ്യമാവാതെ വരുന്ന പക്ഷം അത് ഭൂമിയിൽ മറഞ്ഞുകിടക്കുന്ന നിധി പോലെ ആയിത്തീരുന്നു. പൗരാണികമെന്ന് ഇന്ന് നാം പറയുന്ന ലോകചരിത്രത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്ന ഇന്ത്യയും ഈജിപ്തും റോമും ഗ്രീസും എല്ലാം ഇന്നത്തെ ലോകത്തെ പല രാജ്യങ്ങളുടെയും നേട്ടങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ വളരെ പിന്നിൽ നിൽക്കുന്നതായി കാണുന്നു.
ഈജിപ്തും ഗ്രീസും റോമുമെല്ലാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ജീവിത വീക്ഷണം കൊണ്ട് പാടെ മാറി മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഈജിപ്തിൽ മുഹമ്മദിന്റെ പിന്തുടർച്ചയും റോം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലും ഗ്രീസിലും ക്രിസ്തുമാർഗവും കടന്നുവന്ന് സ്വാധീനമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇന്ത്യയ്ക്കാകട്ടെ മാറുന്ന കാലമായി സംഭവിക്കുന്ന സാംസ്കാരിക നവീനതകളുടെ തിരത്തള്ളലിലൂടെ വന്നുപെട്ട പുരോഗതി കുറെയൊക്കെ നേടാനായിട്ടുണ്ട് എന്നതല്ലാതെ മുൻപന്തിയിൽ എത്തി നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ രാജ്യമായി തീരാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ഭാരതത്തെപ്പോലെ തത്വജ്ഞാനികളും ആത്മീയ ഗുരുക്കന്മാരും ഇത്രയധികം ജനിച്ച ഒരു രാജ്യം വേറെ ഏതെങ്കിലും ഉണ്ടെന്ന് പറയാനും കഴിയില്ല. ബുദ്ധനും ശ്രീശങ്കരനും ശ്രീരാമകൃഷ്ണനും വിവേകാനന്ദനും നാനാക്കും നാരായണഗുരുവും അരവിന്ദ ഘോഷും മഹാത്മജിയുമെല്ലാം ഇവിടെ ജനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ നല്ലൊരു ഭാഗം ഇന്നും ശോചനീയ അവസ്ഥയിൽ ജീവിച്ച് ദുരിതപ്പെടുന്നവരും അറിവും പ്രവർത്തനശേഷിയും ഇല്ലാത്തവരായി അന്ധകാരത്തിൽ വസിക്കുന്നവരും ആകുന്നു. മഹാഗുരുക്കന്മാരും സന്യാസിമാരും ഋഷിമാരും ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു പ്രവർത്തിച്ചു എന്നതുകൂടാതെ ലോകമെമ്പാടും പ്രവർത്തിച്ച് നേടി നിൽക്കുന്ന യേശുവിൻ്റെയും മുഹമ്മദിൻ്റെയും സന്ദേശങ്ങളും ഇവിടെ എത്തുകയും ആ വിചാരധാരകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഭരണപരമ്പരകൾ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുകയും ചെയ്തുവെങ്കിലും അതിനൊത്ത അറിവും മുന്നേറ്റവും ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് ലഭ്യമല്ലാതെ പോവുകയോ ലഭ്യമാകാതിരിക്കാൻ തക്കവണ്ണം ഒരു വ്യവസ്ഥാപിത സങ്കല്പശേഷി പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നു എന്നത് തീർച്ചയാണ്.